ഉത്തേജക വിവാദങ്ങൾക്ക് പിന്നാലെ വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിവരാനുള്ള ഒരുക്കത്തിലാണ് ഫ്രഞ്ച് ഫുട്ബോൾ താരം പോൾ പോഗ്ബ. സീരിയയിൽ യുവന്റസിന്റെ മിഡ്ഫീൽഡറായിരുന്ന താരത്തിന് 2023 ഓഗസ്റ്റിലാണ് ഇറ്റലിയിലെ ദേശീയ ആന്റി ഡോപ്പിംഗ് ട്രിബ്യൂണൽ 4 വർഷത്തെ വിലക്ക് പ്രഖ്യാപിച്ചത്. ഇത് പിന്നീട് 18 മാസമായി വെട്ടിച്ചുരുക്കിയിരുന്നു. മാർച്ച് 11-നാണ് വിലക്ക് അവസാനിക്കുന്നത്. ഇതിനിടെ വീണ്ടും ഗസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പോഗ്ബ. ഇതിനു മുമ്പും പലവട്ടം ഫലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് താരം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഫലസ്തീൻ പതാകയുമായി വലം വച്ചായിരുന്നു നിലപാട് പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 7-ന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിലും താരം പ്രതികരിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ച് ലോക മനസാക്ഷിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു പോഗ്ബ. വെടിനിർത്തലിന് ശേഷം ഗസയിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ അന്നമുട്ടിയാണ് ഇത്തവണ താരം ഒരിക്കൽ കൂടി വാർത്തകളിൽ നിറയുന്നത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഫലസ്തീനികൾക്ക് വേണ്ടി സഹായാഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട് പോഗ്ബ. വിശപ്പിന് അതിർത്തികളും ദയാവായ്പിന് പരിധികളുമില്ലെന്ന് താരം കുറിച്ചു. അശരണരെ അന്നമൂട്ടുന്നതിലൂടെ നമുക്കൊന്നിച്ച് മാറ്റമുണ്ടാക്കാൻ കഴിയും. കഷ്ടപ്പെടുന്നവർക്ക് കരുത്തും ആശയും പ്രതീക്ഷയും പകരാൻ ഒരു ലളിതമായ ഭക്ഷണത്തിലാകും. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവർക്കും പങ്കിടാം. ആരും വിശന്നുറങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും പോഗ്ബ ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. അറബി വസ്ത്രമായ കമീസും തൊപ്പിയും ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകം കൂടിയായ കഫീയും ധരിച്ചുകൊണ്ടുള്ള സ്വന്തം സെൽഫിയും പങ്കുവച്ചിട്ടുണ്ട് താരം. അതോടൊപ്പം ഗസയിൽ തന്റെ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഭക്ഷണ വിതരണത്തിന്റെ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാരിറ്റി സംഘടനയായ പയസ് പ്രൊജക്ടിന്റെ നേതൃത്വത്തിലാണ് സഹായം വിതരണം ചെയ്യുന്നത്. പോൾ പോഗ്ബയുടെ സംഭാവനയിലുള്ള ഭക്ഷണ വിതരണം എന്ന ഫ്ലക്സും പശ്ചാത്തലത്തിൽ കാണാം. 2014-ൽ ആരംഭിച്ച ജീവകാരുണ്യ സംഘമാണ് പയസ് പ്രൊജക്ട്സ് ഓഫ് അമേരിക്ക. അന്താരാഷ്ട്ര തലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവമാണ് സംഘടന. ഫലസ്തീന് പുറമെ യമൻ, സിറിയ, ബംഗ്ലാദേശ്, മാലി, ജോർദാൻ, പാകിസ്ഥാൻ, ചാഡ്, എത്യോപ്യ, ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എല്ലാം സംഘടനയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ നിർണായകത്തിനിടെ ഭവനരഹിതരായ ഫലസ്തീനികൾക്ക് വേണ്ട അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നുമുണ്ട് പയസ് പ്രൊജക്ട്സ്. മെഡിക്കൽ ഉപകരണങ്ങളും ഭക്ഷ്യക്കിറ്റുകളും വെള്ളവും കമ്പിളിപ്പുതപ്പും വസ്ത്രവുമെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന വീടുകളും കെട്ടിടങ്ങളും പുനർനിർമ്മിച്ചു കൊടുക്കുന്നുമുണ്ട്. യുദ്ധസമയത്ത് പലയിടങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകളും പ്രവർത്തിച്ചിരുന്നു. സംഘടനയുടെ വെബ്സൈറ്റ് വഴി നടന്ന ഓൺലൈൻ ഫണ്ട് റൈസിംഗിലൂടെ $66 ലക്ഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമാഹരിച്ചത്. ഏകദേശം 58 കോടിയോളം വരും ഇത്. ഈ തുക ഉപയോഗിച്ച് ഗസയിൽ ഇപ്പോഴും സഹായ പ്രവർത്തനങ്ങളുമായി തുടരുന്നുണ്ട് പയസ് പ്രൊജക്ട്സിന്റെ വോളണ്ടിയർമാർ. വെടിനിർത്തലിന് ശേഷം ഗസ മുനമ്പിലെ മുഴുവൻ മനുഷ്യർക്കുമായി അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാനായി എന്നാണ് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസി യുനർവ പുതിയ റിപ്പോർട്ടിൽ അറിയിച്ചത്. 5 ലക്ഷത്തോളം പേർക്ക് താമസിക്കാൻ താൽക്കാലികമായി ഷെൽട്ടറുകൾ ഒരുക്കി. 4.12 ലക്ഷം പേർക്ക് ആരോഗ്യ പരിചരണങ്ങൾ നൽകി. ഭക്ഷ്യവസ്തുക്കളല്ലാത്ത സാധനങ്ങളും വിതരണം ചെയ്തതായി കഴിഞ്ഞ ദിവസം യുനർവ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നു. വെടിനിർത്തൽ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെ മാർച്ച് 2-ന് ഗസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗസയിലേക്കുള്ള വൈദ്യുതിയും പൂർണ്ണമായി വിച്ഛേദിച്ചിട്ടുണ്ട്. 16 മാസം നീണ്ട ക്രൂരമായ യുദ്ധത്തിൽ പരമശരായ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണ് ഇസ്രായേൽ നടപടി എന്നാണ് യുനർവ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനി പറഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന സഹായത്തിലാണ് ഗസയിലെ ഭൂരിഭാഗം മനുഷ്യരും ഇപ്പോഴും അതിജീവിക്കുന്നത്. അടിസ്ഥാന ഭക്ഷ്യസഹായങ്ങൾക്കൊപ്പം ജീവൻ നിലനിർത്താൻ ആവശ്യമായ ജലവും ആശുപത്രി ആരോഗ്യ കേന്ദ്രങ്ങളും വൈദ്യുതിയുമെല്ലാം ഒഴിച്ചുകൂടാനാകത്താണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അവ യുദ്ധത്തിലെ ആയുധമായും ഉപയോഗിക്കരുത്. കഴിഞ്ഞ 6 മാസത്തെ പോലെ തന്നെ മാനുഷിക സഹായങ്ങൾ കടത്തിവിടുന്നത് തുടരണമെന്നും ലസാരിനി ആവശ്യപ്പെട്ടു. അതേസമയം ദീർഘകാലമായി കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന പോഗ്ബയുടെ കരാർ കഴിഞ്ഞ ഡിസംബറിൽ യുവന്റസ് റദ്ദാക്കിയിരുന്നു. ഇതോടെ നിലവിൽ ഫ്രീ ഏജന്റാണ് താരം. പോഗ്ബ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിൽ പരിശീലനം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അടുത്തിടെയാണ്. മയാമിയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ക്ലബിനൊപ്പം ചേരുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഫ്രഞ്ച് സംഘം മാഴ്സലീഗുമായും പടക തട്ടകമായ യുണൈറ്റഡുമായും സൗദി പ്രോ ലീഗിലെ അൽ നസറുമായും ചർച്ചകൾ നടക്കുന്നതായി വിവരമുണ്ട്.